എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാരി എനിക്ക് ഒരു സംഭവം കാണിച്ചു തന്നു കേട്ടോ. അതിനകത്താണെങ്കിൽ ഒരു പ്യൂപ്പയാണെന്നും പറഞ്ഞാണ് കൊണ്ടുവന്നത്. അപ്പോൾ പിറ്റേ ദിവസം എന്നോട് ഇത് കൊണ്ടുവന്നതിന് മുന്നേ എന്നോട് പറഞ്ഞായിരുന്നു, നിനക്ക് കാണണോ, ഒരു പൂമ്പാറ്റയുടെ ഇതാണ് കാണിച്ച നാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുപോകാൻ നോക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ അവൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് മുത്ത് ഒട്ടിച്ച് വെച്ചേക്കുവാന്ന് ഓർത്ത് കേട്ടോ. കാരണം ചുമ്മാ പറ്റിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുമല്ലോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ഇല, അരളിയുടെ ഇലയാന്നാണ് പറഞ്ഞത്. എനിക്കങ്ങനെ അറിയാൻ പാടില്ല. ഇവിടെ അരളി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അരളിനെ കുറിച്ച് അധികം അറിയില്ല കേട്ടോ. അരളിയുടെ ഇലയിൽ ഒരു മുത്ത് പോലത്തെ ഒരു സാധനം, എൻ്റെ ഗോൾഡൻ കളറിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. അപ്പം ഞാൻ ആദ്യം ചോദിച്ചു, ഇതെന്നാ മുത്തുമല്ല ഒട്ടിച്ചേക്കുവാണെന്ന് ചോദിച്ചപ്പോൾ അല്ലടി ഇത് ശരിക്കും പ്യൂപ്പയാന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ആദ്യമൊന്നും വിശ്വസിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിശ്വാസമായി. കാരണം അതിലിങ്ങനെ പൊക്കത്തോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ചെറിയ കറുത്ത പാടുമായിട്ടൊരു കുത്തൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ, അല്ലാതെ ഒറിജിനലായിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഗോൾഡൻ കളർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇല്ലെങ്കിൽ ബ്ലാക്ക് കളറ്, അങ്ങനെ വേറെ വേറെ പച്ച, മഞ്ഞ, നീല എന്നൊക്കെയുള്ള കളറൊക്കെയാണ് ഞാൻ കാണാറ്. ഗോൾഡൻ എന്ന് പറഞ്ഞാൽ ശരിക്കും മുത്തുപോലെ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് തരാമോ എന്ന് ഞാൻ ചോദിച്ചു കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു, എടി ഇതിനെ വേണ്ട, ഞാൻ വേറൊന്നും എൻ്റെ വീട്ടിലുണ്ട്, അതിന് ഞാൻ കൊണ്ട് തരാമെന്ന് ഞാൻ പറഞ്ഞു. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട് എനിക്ക് തരുമോ ഞാൻ ചോദിക്കും. അപ്പോൾ അവർ തരാൻ പറ്റുമെങ്കിൽ തരുമില്ലെങ്കിൽ ഞാൻ വേണ്ടെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്ക് പറഞ്ഞു കൊണ്ടുതരാം, വീട്ടിലുണ്ട്, വേറെയും ഉണ്ട്, കുറേ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2 പ്യൂപ്പ ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ, ഒരു കാറ്റർപില്ലർ ഉണ്ടായിരുന്നു. അതിനെന്ന് വെച്ചാൽ ഈ പ്യൂപ്പ ആവാൻ പോകുന്ന ഒരു പുഴുവാണ്. അതിനെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. കാരണം അതിനെ കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ, അത് നമ്മുടെ കയ്യിലൊക്കെ കയറി വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പ്യൂപ്പേനെ കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ അതൊരു അരളിയുടെ ഇലയിൽ തന്നെയായിരുന്നു, അരളിയിലാണ് ഇതുണ്ടായത്. അപ്പോൾ അതിനെ കാണിച്ചു തരാം. നല്ല ഗോൾഡൻ കളർ, അടിപൊളിയാട്ടോ. എനിക്കിതെന്താ ഇത്രയും ചെറിയ കാര്യങ്ങളൊക്കെയാണോ വീഡിയോ എടുത്തിടുന്നത് എന്ന് ചോദിക്കുന്നവരോട് പറയുകയാണ്. എനിക്കിതെന്തോ ഭയങ്കര അതിശയമായി തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ വീഡിയോ ഇട്ട് കാണിക്കുന്നത്. ഇത് ഷോർട്ടിൽ തീർക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറയുന്നവർക്കും ഇച്ചിരി ലോങ്ങായിട്ടിട്ടാൽ നിങ്ങൾക്ക് എനിക്ക് ഇച്ചിരി കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരല്ലോ. ഷോർട്ട് നമുക്ക് ഒത്തിരി എടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കിത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. രണ്ടും ഒരാഴ്ചത്തോളം, ഏകദേശം ഒരാഴ്ച ആയിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ആഴ്ച, ഈ ആഴ്ച കൊണ്ട് തന്നെയാണ്. 2-3 ദിവസമായിട്ടുണ്ട്. തിങ്കളാഴ്ച, ചൊവ്വാഴ്ച തന്നെയാണ്. ചൊവ്വാഴ്ച കൊണ്ട് തന്നെ. അപ്പോൾ 2-3 ദിവസമായിട്ടുണ്ട്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അതെ ഗൈസ്. അപ്പോഴത്തേക്ക് എന്തായാലും എനിക്ക് സൗണ്ട് എടുത്ത് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഭയങ്കര ചുമ. ഞാൻ മുന്തിരിങ്ങ ജ്യൂസ് കുടിച്ചു ഗൈസ്. എങ്ങനെ ചുമ വരാതിരിക്കും? തണുത്ത മറ്റേ വെള്ളമൊക്കെ കുടിച്ചാൽ എനിക്ക് ചുമ വരില്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പ്യൂപ്പേനെ കാണിക്കാം. ഒരു ഇലയിലാണ് എനിക്ക് കൊണ്ട് തന്നത്. പക്ഷേ ഞാൻ അതിനെപ്പോഴും അവളിങ്ങനെ ബോക്സിലാക്കി അവൾ വീട്ടിൽ കൊണ്ട് വെക്കുമല്ലോ. അപ്പോൾ പുറത്തായിരിക്കും അവൾ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു, നമ്മളെപ്പോഴും ബോക്സിലും കാർഡ്ബോർഡിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പം അതും ഇങ്ങനെ പ്രകൃതിയായിട്ട് തന്നെ നടക്കട്ടെ. നമ്മളതിന് എത്ര കാലം എന്ന് പറഞ്ഞാൽ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കണേ. അതെല്ലാം കാണിച്ചു തരാം. എന്തേ കണ്ടോ വയസ്സ്? ഇതാണ് ഞാൻ പറഞ്ഞ പ്യൂപ്പ. ആരും മുത്താന്ന് തെറ്റിദ്ധരിക്കരുത്. ആദ്യം ഞാനും തെറ്റിദ്ധരിച്ചു, എൻ്റെ കൂട്ടുകാരും തെറ്റിദ്ധരിച്ചു. അതുപോലെ ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇത്രയും നേരം ഇപ്പോൾ കൊണ്ടു വെച്ചേട്ടോ നിങ്ങൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത്രയും നേരം പുറകിലായിരുന്നു. വീടിൻ്റെ പുറകിൽ കുറേ ചെടിയുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടു വെച്ചേക്കുമായിരുന്നു. ഇത്ര നേരമല്ല, ഇത്ര ദിവസം വെയിൽ കൊള്ളിക്കാതെ ഞാൻ അവിടെ വെച്ചേക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ചുമയാണ് ഗൈസ്. അയ്യോ ദേ അതുകൊണ്ട് ഞാൻ നിർത്താതെ സംസാരിച്ചിട്ടാണ്. ദേ നല്ല ഭംഗിയില്ല, നിങ്ങൾ നോക്ക്. ഇതാണെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ കൊണ്ടുവച്ചെന്താണെന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂവൊക്കെ കാണിച്ചിട്ട് നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി കൊണ്ട് വെച്ചാണ്. എങ്ങനെ ഉണ്ടോ നിങ്ങൾ എൻ്റെ വെറുതെ? എൻ്റെ ചെമ്പരത്തി വേറെ കളറും പൂത്തിട്ടുണ്ട് കേട്ടോ. ഒരു വെള്ളയുണ്ട്, വെള്ളയിൽ പക്ഷേ ഈ കളറും പൂത്തിട്ടുണ്ട്. വെള്ളയിൽ 2 കളർ. അവിടെയൊക്കെ അങ്ങനെയൊക്കെയാണ് പൂത്തിരിക്കുന്ന പൂവൊക്കെ. ഇപ്പം ഞാൻ എൻ്റെ എൻ്റെ പ്യൂപ്പേനെ എടുക്കുവാണ്. ഞാൻ ഇപ്പോൾ കണ്ടോ, ഞാൻ ചുമ്മാ കൊണ്ടത് കോർത്ത് വെച്ചേക്കുമായിരുന്നു. ഞാൻ കയ്യിൽ വെച്ച് കാണിക്കാം. കണ്ടോ, ഇങ്ങനെ നല്ല നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ നമ്മുടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവം. മുഖമൊക്കെ അതിൽ കാണാം കേട്ടോ. എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് കാണാൻ മേല. ഞാൻ കൊണ്ടുവരുമ്പോൾ ഈ പാടൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ അത് വിരിയാറായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ബ്രൗൺ കളറ് പാടും കുത്തൊക്കെ വരുന്നുണ്ട് കണ്ടോ. പക്ഷെ എന്തൊരു ക്യൂട്ടാന്ന് നോക്ക്. ക്യൂട്ടല്ല, ഒരുമാതിരി എന്താ പറയണമെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയില്ലേ? എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായി.
ഇതിലെന്തായാലും ഞാൻ ഇവിടെയോ എവിടെയെങ്കിലും കൊണ്ട് വെക്കും, വെയിലടിക്കാത്ത ഭാഗത്തുകൊണ്ടാണ് വെക്കാൻ പോവുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുറകെ വെച്ചത്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇവിടെ കൊണ്ട് വെച്ചത്. അപ്പോൾ എന്തായാലും ഇതിനെ കൊണ്ട് ഞാൻ പുറയിൽ വെക്കട്ടെ. എന്തായാലും നനക്കുന്നില്ല ഇനി വിരിയണ വിരിയുമ്പോൾ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ അത് വിരിഞ്ഞ് പറന്നു പോകും ഗൈസ്. പറന്നു പോയില്ല, ഞാൻ കണ്ട വീഡിയോസിലൊക്കെ വെച്ച് നോക്കുമ്പോൾ വിരിഞ്ഞത് കുറച്ച് 2 ദിവസം കഴിഞ്ഞിട്ടേ പറക്കുള്ളൂ. കാരണം എൻ്റെ ചിറ ഇങ്ങനെ ക്ലിഞ്ഞോ എന്നും പറഞ്ഞിരിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു ഇതായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ചിറ ഇങ്ങനെയല്ല കട്ടി വെച്ചിരും. അപ്പോൾ അതേത് ഇങ്ങനെ ഞാൻ അറിഞ്ഞിടത്തോളം പ്യൂപ്പനെ കുറിച്ച് എനിക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ ബാക്കി അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ പ്യൂപ്പനെ കാണിക്കാനാണ് വന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. ബൈ.